കോഴിക്കോട് പെൺവാണിഭ കേന്ദ്രത്തിൽ പോലീസ് റെയ്ഡ് 6 സ്ത്രീകളടക്കം 9 പേർ പിടിയിൽ. എലത്തൂർ ട്രെയിൻ ഭീകരാക്രമണ കേസിൽ വിചാരണ അന്തിമഘട്ടത്തിലേക്ക്. കൊല്ലത്തെ വില്ലേജ് ഓഫീസ് മോഷണത്തിൽ ഡൽഹി സ്വദേശി പിടിയിൽ. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. KSU നേതൃത്വവുമായി ബന്ധപ്പെട്ട ഹണി ട്രാപ്പ് വിവാദത്തിൽ കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റിനെതിരെ സംഘടനാ നടപടി. സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് KSU നേതാക്കൾ ഹണി ട്രാപ്പിൽപ്പെടുത്താൻ ശ്രമിച്ചത്. ജില്ലാ വൈസ് പ്രസിഡന്റ് നെസ്വലിനെതിരെ സംസ്ഥാന കമ്മിറ്റിയാണ് നടപടി സ്വീകരിച്ചത്. ഓഡിയോ സന്ദേശത്തിന് പിന്നിൽ നെസ്വലാണെന്ന് കേസിലെ പ്രതികൾ നേരത്തെ മൊഴി നൽകിയിരുന്നു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജുവിന്റെ പരാതിയിൽ 3 KSU നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ചർച്ചകൾക്കൊടുവിൽ വാദിയും പ്രതികളും ഒന്നായതിനു ശേഷമാണ് സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് നഫ്സലാണെന്ന് പ്രതികളായവർ ആരോപിച്ചത്. തുടർന്ന് സംസ്ഥാന കമ്മിറ്റി നഫ്സലിനെ സ്ഥാനത്തു നിന്നും പുറത്താക്കി. ആഷിഖ് ബൈജു തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന് ഒരു യുവതി പറയുന്ന ഓഡിയോ സന്ദേശമാണ് സംഭവങ്ങളുടെ തുടക്കം. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ യദു കൃഷ്ണൻ, അരുൺ രാജേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ എന്നിവർ ഈ സന്ദേശം അയച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചെന്നായിരുന്നു പരാതിക്കാരനായ ആഷിഖ് ആദ്യഘട്ടത്തിൽ കോടതിയിൽ പറഞ്ഞത്. സംഭവം വിവാദമായപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലോടെ പ്രതികളും പരാതിക്കാരനും ഒത്തുചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിലാണ് പിന്നിൽ മറ്റൊരു ജില്ലാ നേതാവാണെന്ന ആരോപണം ഉയർന്നത്. അതേസമയം വാദിയുടെയും പ്രതികളുടെയും നീക്കത്തിനെതിരെ സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നഫ്സൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി രംഗത്ത് വരാനാണ് സാധ്യത. തനിക്കിതുമായി യാതൊരു ബന്ധവുമില്ലെന്നും തെളിവ് പുറത്തു വിടണമെന്നുമാണ് നഫ്സലിന്റെ വെല്ലുവിളി. വിദ്യാർത്ഥി സംഘടനയിലെ ചേരിപ്പോര് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനും അവമതിപ്പുണ്ടാക്കിയിരിക്കുകയാണ്. ജനം, കൊല്ലം. ഏറെ കോളിളക്കം സൃഷ്ടിച്ച എലത്തൂർ ട്രെയിൻ ഭീകരാക്രമണ കേസ് വിചാരണാഘട്ടത്തിലേക്ക്. 2023 സെപ്റ്റംബറിലായിരുന്നു NIA കുറ്റപത്രം സമർപ്പിച്ചത്. വിചാരണ നീണ്ടുപോകുന്നത് ചൂണ്ടിക്കാട്ടി കേസിലെ ഏകപ്രതി ഷാരൂഖ് സൈഫി നൽകിയ ജാമ്യാപേക്ഷ കൊച്ചി NIA കോടതി തള്ളിയിരുന്നു. 3 പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിലൂടെ ജിഹാദി പ്രവർത്തനമാണ് ഷാരൂഖ് ലക്ഷ്യമിട്ടതെന്ന റിപ്പോർട്ട് NIA കോടതിയിൽ നൽകിയിരുന്നു. NIA കുറ്റപത്രം സമർപ്പിച്ച മറ്റു കേസുകളിൽ വിചാരണ പൂർത്തിയാകാത്തതിനാലായിരുന്നു ഏലത്തൂർ കേസ് വിചാരണ നീണ്ടുപോയത്. എന്നാൽ NIA അന്വേഷിക്കുന്ന മാവോയിസ്റ്റ് കേസുകളിൽ പലതിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കുറ്റപത്രം സമർപ്പിക്കുകയും കൂടുതൽ കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുകയുമാണ്. ഇതോടെയാണ് ഏലത്തൂർ ട്രെയിൻ ഭീകരാക്രമണ കേസിൽ വിചാരണ തുടങ്ങുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ആദ്യവാരം വിചാരണ തുടങ്ങാനിരുന്നതായിരുന്നു. വിചാരണ നീളുന്നത് ചൂണ്ടിക്കാട്ടി കേസിലെ ഏകപ്രതി ഡൽഹി സ്വദേശി ഷാരൂഖ് സൈഫി ജാമ്യ നീക്കങ്ങൾ നടത്തുകയും NIA റിപ്പോർട്ട് കൂടി പരിശോധിച്ച് NIA കോടതി ജാമ്യം നിഷേധിക്കുകയും ചെയ്തിരുന്നു. NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ നിർണായക വിവരങ്ങളും പുറത്തുവന്നു. ഷാരൂഖ് മതഭീകരവാദിയാണെന്നും ജിഹാദായിരുന്നു പ്രതി ലക്ഷ്യം വെച്ചതെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. തീവ്ര മതപ്രചാരകരെയും നിരന്തരം പിന്തുടരുകയും ഇവരുടെ പ്രസംഗങ്ങളിൽ ആവേശം കണ്ടെത്തുകയും ചെയ്തിരുന്നു. 2023 സെപ്റ്റംബർ 2 ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് കമ്പാർട്ട്മെന്റിൽ കടന്നുകയറി യാത്രക്കാർക്ക് നേരെ പെട്രോൾ ഒഴിച്ച് തീവച്ചത്. ട്രെയിനിൽ നിന്ന് ചാടിയ 3 പേർ മരിക്കുകയും പൊള്ളലേറ്റ 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജനം, കൊച്ചി. എറണാകുളം ജില്ലാ ജയിലിൽ റീൽസ് ചിത്രീകരണം നടത്തിയതിൽ നിർണായകമായ വിവരങ്ങൾ പുറത്തുവരികയാണ്. മുൻ DYFI നേതാവും സംഘവുമാണ് റീൽസ് ചിത്രീകരിച്ചത്. DYFI കറുകമ്പള്ളി മസ്ജിദ് യൂണിറ്റ് സെക്രട്ടറിയായിരുന്ന ഇമാം സിദ്ദിഖും സുഹൃത്തുക്കളുമാണ് ജയിലിലെത്തിയത്. ജയിൽ വെൽഫെയർ ഓഫീസറുടെ വിരമിക്കൽ ചടങ്ങിൽ പങ്കെടുത്തപ്പോഴാണ് ഇവർ റീൽസ് ചിത്രീകരിച്ചത്. കൂടെ ഉണ്ടായിരുന്നവരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. കോഴിക്കോട് ചൊറ്റക്കടവിലെ അയ്യപ്പ ഭജന മണ്ഡലത്തിന് നേരെ ആക്രമണമുണ്ടായി 1 വർഷമാകാറായിട്ടും നടപടി സ്വീകരിക്കാതെ പോലീസ്. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ശ്രീ അയ്യപ്പ ഭജനമഠം സംരക്ഷണ സമിതി നടത്തുന്ന റിലേ സത്യാഗ്രഹ സമരം 345 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. 2024 ജൂൺ 27 ചെറ്റക്കടവിലെ അയ്യപ്പ ഭജന മഠത്തിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണമുണ്ടായത്. മഠത്തിന്റെ ചുമരുകളിൽ അശ്ലീല വാചകങ്ങൾ എഴുതുകയും മഠത്തിന്റെ മേൽക്കൂര തകർക്കുകയും ചെയ്തു. മഠത്തിൽ മനുഷ്യ വിസർജനവും അറവുമാലിന്യങ്ങളും നിക്ഷേപിക്കുകയും ചെയ്തു. ചത്ത ജന്തുക്കളെ കൊണ്ടിടുകയും ചെയ്തു. ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു ഭജന മഠത്തിനെ എത്തിച്ചിട്ടുള്ള ആളുകളെ
അത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഇതാണ് ഇവരെ ആവശ്യം. അത് നേടിയെടുക്കുക തന്നെ ചെയ്യും ഞങ്ങൾ. ഒക്ടോബർ മാസം ഈ ജൂൺ മാസം 27-ാം തീയതിക്കുള്ളിൽ ഈ പ്രതികളെ ഒന്നും പിടിച്ചിട്ടില്ലെങ്കിൽ ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന പ്രസ്ഥാനം DYSP ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. കൊടുവള്ളി CIക്കും താമരശ്ശേരി CIക്കും താമരശ്ശേരി DYSPക്കും വടകര SP-ക്കും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇത്തരം മ്ലേച്ഛമായ ഭാഷയിൽ ഒരു ആരാധനാലയത്തിന് എല്ലാ മനുഷ്യരും കൊടുക്കുന്ന ഒരു ബഹുമാനമുണ്ട്. കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ സർവ്വകക്ഷികളും ചേർന്ന് പരാതി 1, 2, 3 ദിവസമായി പോയി പരാതി പറഞ്ഞിട്ടുണ്ട്. പോലീസിൽ നിന്ന് ഇവിടെ അന്വേഷണത്തിന് വരാൻ ഒരു 1.5 മാസത്തോളം കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരും തയ്യാറായിട്ടില്ല. ഒരു വർഷത്തിന് കേവലം 20-25 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴും ഇങ്ങനെ ഒരു കേസ് തെളിയിക്കാൻ നമ്മുടെ ഭരണകൂടത്തിന്, നമ്മുടെ ആഭ്യന്തര സംവിധാനത്തിന്, ആഭ്യന്തര മന്ത്രി, ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ലെങ്കിൽ എന്ത് വിശ്വാസത്തിലാണ് ഇവിടെയുള്ള എല്ലാ ജനങ്ങളും സമാധാനത്തോടു കൂടി ഉറങ്ങുക എന്നുള്ളൊരു ചോദ്യം. BJPയും ഹിന്ദു ഐക്യവേദിയും അടക്കം മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം പരാതി നൽകിയിരുന്നു. സ്ഥലത്തെ മറ്റു സംഘടനകളും അതിക്രമത്തെ അപലപിച്ച് രംഗത്ത് വന്നിരുന്നു. കല്ലുപയോഗിച്ച് എഴുതിയിട്ട് 2 ലൈൻ എഴുതിയിട്ട് ക്ലിയർ ആവാത്തത് കൊണ്ട് അതിനുശേഷം പ്രൊഫഷണലായിട്ട് ബോർഡുകൾ എഴുതുന്ന, ചുമരുകൾ എഴുതുന്ന ഒരാളെ എക്സ്പേർട്ടിനെ കൊണ്ടുവന്നിട്ടാണ് ബാക്കി എഴുതിച്ചിരിക്കുന്നത്. അപ്പം വെളിച്ചടിച്ചു കൊടുക്കാൻ ആൾ വേണം, ബ്രഷ് പിടിക്കാൻ ആൾ വേണം, ഇപ്പോൾ എഴുതാൻ ആൾ വേണം, മാറ്റർ വായിച്ചു കൊടുക്കാൻ ബാക്കിലൊക്കെ എഴുതിയിരിക്കുന്നത് വലിയ മാറ്ററുകളാണ്. ഈ പ്രതികളെ ഉടൻ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. 1 വർഷക്കാലമായി നടത്തുന്ന സമരത്തെ ഇനിയും അവഗണിച്ചാൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് അയ്യപ്പ ഭജനമഠം ഭാരവാഹികൾ പറഞ്ഞു. സെക്രട്ടേറിയറ്റിനു മുന്നിലേക്കടക്കം സമരം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ജനം, കോഴിക്കോട്. ഏകീകൃത കുർബാന തർക്കത്തിൽ എറണാകുളം അങ്കമാലി വൈദിക സമിതി യോഗത്തിനിടെ സംഘർഷം. സിനഡ് അനുകൂലികളാണ് പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ജൂലൈ 3-നകം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടോടനാണ് ഇക്കാര്യം പറഞ്ഞത്. സീറോ മലബാർ സഭ ബിഷപ്പ് ഹൗസിൽ വൈദിക സമിതി യോഗത്തിനായി വൈദികർ എത്തിയപ്പോഴാണ് പ്രതിഷേധം ആരംഭിച്ചത്. സിനഡ് തീരുമാനം നടപ്പിലാക്കാത്ത മേജർ ആർച്ച് ബിഷപ്പ് അടക്കമുള്ള വൈദികർ രാജിവെക്കണമെന്ന് ഒരു വിഭാഗം വിശ്വാസികൾ ആവശ്യപ്പെട്ടു. പ്രതിഷേധക്കാർ വൈദികരുടെ കാർ തടയാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ഇടപെട്ടത്. 40ഓളം പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സമാധാനപരമായി സിനഡ് തീരുമാനം, മാർപ്പാപ്പയുടെ തീരുമാനം നടപ്പിൽ വരുത്തണമെന്ന് പറഞ്ഞ് പ്രാർത്ഥനായജ്ഞം നടത്തിയ ആളുകളെ ബലാത്കാരമായി അറസ്റ്റ് ചെയ്തു. ഒരു പാവപ്പെട്ട സഹോദരന് പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ് അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ്. ജൂലൈ 3-നകം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്ന് വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു. ഇതുവരെയുള്ള ചർച്ചകൾ വിജയകരമാണ്. ചർച്ചകൾ ഇനിയും തുടരുമെന്നും കുര്യാക്കോസ് മുണ്ടാടൻ കൂട്ടിച്ചേർത്തു. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പോണേ. ഇനി തുടർന്നുള്ള ചർച്ചകൾ ഉണ്ടാകും. മറ്റു വൈദികരെ എല്ലാവരെയും കേൾക്കും. അതിനുശേഷം സാവധാനം ജൂലൈ 3-നകം ഇതിനൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. രാവിലെ ബിഷപ്പ് ഹൗസിന് മുന്നിലെത്തിയ പ്രതിഷേധക്കാർ വൈകിട്ട് യോഗം തീരുന്നതുവരെ സെന്റ് മേരീസ് കത്തീഡ്രലിന് മുന്നിൽ തുടർന്നു. ഇതിനിടെ വൈദികരെ അനുകൂലിക്കുന്നവരും സ്ഥലത്തെത്തി. സംഘർഷം ഒഴിവാക്കാൻ വൈദിക പക്ഷത്തുള്ള വിശ്വാസികളെ പള്ളിക്ക് സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. ജനം, കൊച്ചി. കോഴിക്കോട് മലാപ്പറമ്പ് ഈയപ്പാടി റോഡിലെ അപ്പാർട്ട്മെന്റിലെ പെൺവാണിഭ കേന്ദ്രത്തിൽ പോലീസിന്റെ റെയ്ഡ്. 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർ നടത്തിപ്പുകാരെന്ന് പോലീസ്. വയനാട് പുൽപ്പള്ളി സ്വദേശി ബിന്ദു, ഇടുക്കി സ്വദേശി അഭിരാമി, കടവന്തുരുത്തി സ്വദേശി ഉപേഷ് എന്നിവരാണ് നടത്തിപ്പുകാർ. ബിന്ദു മുൻപും സമാനമായ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത 9 പേരെയും പോലീസ് കോടതിയിൽ ഹാജരാക്കും. മലാപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ സ്വകാര്യ ആശുപത്രിയോട് ചേർന്നുള്ള അപ്പാർട്ട്മെന്റിലാണ് വൈകുന്നേരത്തോടുകൂടി റെയ്ഡ് നടന്നത്. റെയ്ഡിൽ നടത്തിപ്പുകാരനുൾപ്പെടെ 3 പുരുഷന്മാരും 6 സ്ത്രീകളുമാണ് പിടിയിലായത്. അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് പെൺവാണിഭം നടക്കുന്നുണ്ടെന്ന വിവരം നടക്കാവ് പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത്. 2 വർഷം മുൻപാണ് ബാലുശ്ശേരി സ്വദേശികളായ ദമ്പതികളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അനിമീഷ് കുമാറും ബിന്ദുവും അപ്പാർട്ട്മെന്റ് ഉടമയായ സുരേഷ് ബാബുവിനെ സമീപിച്ചത്. ഇന്നിപ്പോൾ ഞാൻ ഓഫീസിൽ വന്നപ്പോഴാണ് സബ് ഇൻസ്പെക്ടർ വിളിച്ച് നിങ്ങളൊന്ന് ഇവിടം വരെ അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ ഇല്ല. ഞാൻ പറഞ്ഞു ഞാൻ പാർട്ട്ണറാണ്, എന്നാൽ നിങ്ങളൊന്ന് ഇവിടം വരെ വരണം. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ പോലീസ് ജീപ്പുണ്ട്, കുറേ ആളുകളുണ്ട്. പിന്നെ ഒരു സംഭവം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നിങ്ങൾ കണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഒരു അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇതാ
ഇവിടെ കുറച്ച് പേരുണ്ട് എന്ന് പറഞ്ഞു. ഇവർ ഭാര്യ എന്ന് പറഞ്ഞപ്പം എസ് ഐ ചോദിച്ചു, നിങ്ങൾ ഭാര്യ അല്ലേ എന്ന് ചോദിച്ചപ്പം അവർ തപ്പിക്കളിക്കുന്നു. എൻ്റെ അടുത്ത് ഭാര്യയും ഭർത്താവുമാണ് വീട്ടിൽ വന്നത്. ഞങ്ങളുടെ അടുത്ത് വീട്ടിൽ വന്നിട്ട് ഒപ്പിടിച്ചിട്ട്. ഓൺലൈൻ വഴിയാണ് പ്രതികൾ ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത്. ആശുപത്രിയിൽ രോഗികൾക്കൊപ്പം എത്തുന്ന കൂട്ടിരിപ്പുകാരെ ലക്ഷ്യം വെച്ചായിരുന്നു പെൺവാണിഭം. അറസ്റ്റിലായ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം നാളെയാണ് കോടതിയിൽ ഹാജരാക്കുക. ജനം, കോഴിക്കോട്. എറണാകുളം പനങ്ങാട് അറവുശാല മാലിന്യങ്ങൾ കായലിലേക്ക് ഒഴുക്കുന്നതിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം. പലതവണ പരാതി നൽകിയിട്ടും കുമ്പളം പഞ്ചായത്ത് യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ലെന്നും ആരോപണമുണ്ട്. കായലിലൂടെ അറവുശാല മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നത് പതിവായതോടെ കായൽക്കരയിൽ താമസിക്കുന്നവർ പകർച്ചവ്യാധികളുടെ പിടിയിലുമാണ്. കുമ്പളം പഞ്ചായത്തിലെ പനങ്ങാട് നാലുകണ്ണിപ്പുറത്ത് മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങിയതാണ് കായലിലൂടെ ഒഴുകിവന്ന ഗർഭാവസ്ഥയിലുള്ള പശുക്കിടാവിന്റെ ജഡം. തൊട്ടടുത്ത അറവുശാലയിൽ നിന്ന് കായലിലേക്ക് അറവ് മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടി എറിയുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. അറവുശാല മാലിന്യം ഇടണ ഈ പരിസരവാസികൾക്ക് പോലും കിടന്നുറങ്ങാൻ സന്ധ്യ കഴിഞ്ഞാൽ കിഴക്കുന്ന കാറ്റടിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള പരിസര പ്രദേശത്തവർക്ക് ആർക്കും കിടന്നുറങ്ങാനും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാലിന്യങ്ങൾ ഇവിടെ വന്നടിക്കും. അറവുശാലക്കാർക്ക് ഇവിടുത്തെ പോലീസുകാരും ഇവിടുത്തെ പഞ്ചായത്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുകൊണ്ടുള്ള ചെയ്യണ പോലെ ഇരിക്കണം. അവരുടെ മാലിന്യങ്ങൾ പരസ്യമായിട്ട് കളയുന്ന രീതിയിൽ ഇവിടെ അറവുശാലക്കാരെ കൊണ്ടുവന്ന് ഈ സാധനം ഈ മാംസം കളഞ്ഞിട്ടിരിക്കണം. ഇതിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പശുവിൻ്റെ ഗർഭപാത്രമാണ് ഈ കിടക്കണം. ഇതൊരു കുഞ്ഞിനെ കളഞ്ഞ ചത്ത പശുവിനെ വെട്ടി ജനങ്ങളെ ട്രീറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് ചത്ത കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞേക്കുന്നതാണ്. അത്തരം മനുഷ്യൻ ഭക്ഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ ഇറച്ചിയും മാംസങ്ങളും. പലതവണ പരാതിപ്പെട്ടിട്ടും കുമ്പളം പഞ്ചായത്ത് യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന അറവുശാലകളെ സഹായിക്കുന്ന നിലപാടാണ് പഞ്ചായത്തിൻ്റെതെന്നും ആരോപണമുണ്ട്. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഇന്നലെ മുതലേക്ക് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല. വാതിലും ജനലൊക്കെ അടച്ചിട്ടിട്ട് വേണം ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ചാക്കിൽ കെട്ടി കൊണ്ടുവന്ന് എറിയാണ്. വെള്ളിയാഴ്ച ഇവർ ശനിയാഴ്ച അറക്കും. ശനിയും ഞായറുമുള്ള മാലിന്യം കൊണ്ടുവന്ന് ചാക്കിൽ കെട്ടി ഈ ഞായറാഴ്ച രാത്രി അത് ഇവിടെ മത്സ്യബന്ധനത്തിന് ഉദിയംപേരെന്ന് വരുന്ന മത്സ്യത്തൊഴിലാളികൾ വരെ ഇത് കണ്ടു കിടക്കുന്നതാണ്. ഈ ഭാഗത്ത് കായലിലെ വെള്ളത്തിന് മാലിന്യം കലർന്ന് കറുപ്പ് നിറമാണ്. മാലിന്യങ്ങളുടെ രൂക്ഷഗന്ധം പരക്കുന്നതോടെ സമീപത്തെ വീടുകളിലുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. പലതവണ പരാതി നൽകിയിട്ടും പഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ജനം, കൊച്ചി. സൈബർ പോലീസിലെ തനിക്കെതിരെയുള്ള പരാതിയുടെ പിറകിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ADGPS ശ്രീജിത്തുമെന്ന് KM ഷാജഹാൻ. താനിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ടും തനിക്കെതിരെ നടപടി സ്വീകരിച്ചുവെന്നും ഷാജഹാൻ ആരോപിച്ചു. ഞാൻ ഈ പോസ്റ്റ് പിൻവലിക്കുകയും നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തതിന് ശേഷവും എനിക്കെതിരെ ഇങ്ങനൊരു പരാതി വരുന്നു. അപ്പോൾ ആ പരാതിയുടെ പുറകിൽ വി ഡി സതീശൻ അതിൻ്റെ പുറകിലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ആളുടെ പങ്കാളിത്തമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് ADGP ആയിരിക്കുന്ന സൈബർ ഓപ്പറേഷൻസിൻ്റെ ചുമതലയുള്ള ശ്രീമാൻ S. ശ്രീജിത്ത് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ആ S. ശ്രീജിത്ത് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ 2005 മുതൽ വലിയ ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. കേരളത്തിലെ പല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രയേറെ ആരോപണങ്ങൾ, സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ, ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ, അയാളെ 2014 സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി ആരോപണങ്ങളുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ADGP ആയി ഇന്നിരിക്കുന്ന S. ശ്രീജിത്ത്. വില്ലേജ് ഓഫീസിൽ മോഷണം. ഡൽഹി സ്വദേശി പിടിയിലായി. കൊല്ലം കരുനാഗപ്പള്ളി വില്ലേജ് ഓഫീസിലാണ് മോഷണം നടന്നത്. ഡൽഹി സ്വദേശി മുഹമ്മദ് ഷെസ്ദുൾ ആണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന രേഖകളും മറ്റും മോഷ്ടിച്ചെടുത്ത് കടന്നുകളയുകയായിരുന്നു പ്രതി. വില്ലേജ് ഓഫീസർ നൽകിയ പരാതിയിൽ കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. കൊല്ലം ആദിച്ചനെല്ലൂരിൽ ലോഡ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം സംഘർഷത്തിൽ കലാശിച്ചു. ലോറി ഡ്രൈവറെയും സഹായിയെയും INTUC ലോഡിംഗ് തൊഴിലാളികൾ ചേർന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവത്തിൽ ഇരുകൂട്ടരും പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം.
പുതൂരിൽ നിന്നും ആദിച്ചനല്ലൂർ ഫാർമേഴ്സ് സൊസൈറ്റിയിലേക്ക് വളമിറക്കുവാനായി എത്തിയതായിരുന്നു വാഹനം. ഡ്രൈവറായ പെരുമൺ സ്വദേശി രാജുവും സഹായിയും ഒരു തൊഴിലാളിയുമൊപ്പം ലോഡ് ഇറക്കുകയായിരുന്നു. ഇത് കണ്ടെത്തിയ INTUC തൊഴിലാളികൾ ഇവരുമായി തർക്കത്തിലേർപ്പെട്ടു. തുടർന്ന് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. വലിയ സംഘർഷത്തിലേക്ക് കടന്നപ്പോൾ മറ്റു തൊഴിലാളികൾ സ്ഥലത്തെത്തുകയും ഇരു കൂട്ടരെയും പിടിച്ചു മാറ്റുകയും ചെയ്തു. ലോറി ഡ്രൈവർക്കും സഹായിക്കുമൊപ്പം INTUC തൊഴിലാളികൾക്കും പരിക്കേറ്റു. സംഭവത്തിൽ ഇരുഭാഗം ആൾക്കാരും ചാത്തന്നൂർ പോലീസിൽ പരാതി നൽകി. 6 ചാക്ക് വളമായിരുന്നു ഇറക്കേണ്ടിയിരുന്നത്. ലോഡിംഗ് തൊഴിലാളികളെ വിളിച്ചപ്പോൾ വരാഞ്ഞതിലാണ് തങ്ങൾ ലോഡ് ഇറക്കിയതെന്ന് ഡ്രൈവറുടെ പരാതിയിൽ പറയുന്നു. ഒടുവിൽ പോലീസ് ഇവരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും പ്രശ്നം ഒത്തുതീർപ്പാക്കുകയും ചെയ്തു. ജനം, കൊല്ലം. ട്രോളിംഗ് നിരോധനത്തോടെ സർക്കാർ കൈയൊഴിഞ്ഞതോടെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ഫിഷിംഗ് ബോട്ട് തൊഴിലാളികൾ. പ്രതികൂല കാലാവസ്ഥയ്ക്കും കപ്പൽ അപകടത്തിനും പിന്നാലെയുള്ള ട്രോളിംഗ് നിരോധനം മേഖലയെ സ്തംഭിപ്പിക്കുന്നതോടെ ഒട്ടനവധി മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾ വഴിമുട്ടും. നിരോധനം ഏർപ്പെടുത്തിയതിൽ സർക്കാർ ഇളവ് വരുത്തണമെന്നാണ് ഉയരുന്ന ആവശ്യമൊപ്പം സർക്കാരിന്റെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്ത് ഈ മാസം 10 മുതൽ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയത്. ഈ കാലയളവിൽ കേരള തീരത്ത് മത്സ്യബന്ധന ബോട്ടുകൾ കടലിൽ പോകുവാനോ മത്സ്യബന്ധനം നടത്താനോ പാടില്ലെന്നാണ് നിർദ്ദേശം. ഇതോടെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടന്നിരിക്കുകയാണ് ഫിഷിംഗ് ബോട്ട് ഉടമകളും തൊഴിലാളികളും. വേനലിൽ മത്സ്യത്തിന്റെ ലഭ്യത കുറവിന് പിന്നാലെ കപ്പൽ അപകടവും നടന്നിരുന്നു. ഇതിനൊക്കെ ശേഷമാണ് വീണ്ടും ട്രോളിംഗ് നിരോധനം കൂടെ വരുന്നത്. ഈ സമയം യോജിച്ചതല്ലെന്നും സർക്കാർ അത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും കൊല്ലത്തെ ബോട്ടുടമകൾ പറഞ്ഞു. ഈ മത്സ്യത്തിന്റെ വളർച്ചയും ഇതിന്റെ പ്രജനനത്തെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഈ സമയത്ത് ട്രോളിംഗ് നിരോധനത്തെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. യഥാർത്ഥത്തിൽ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കേണ്ടത് ഈ സമയത്തല്ല, അത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ്. ട്രോളിംഗ് നിരോധനം ഈ സമയത്ത് നടത്തുന്നത് അശാസ്ത്രീയമാണ്. 38 വർഷം പിന്നിടുമ്പോഴും ഈ ട്രോളിംഗ് നിരോധനം ഇങ്ങനെ തന്നെ തുടരുന്നതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഗവൺമെന്റ് തീർച്ചയായും അതിന് പുനഃപരിശോധിക്കാൻ ആലോചിക്കണം. 15-ാം തീയതിയോടെ തമിഴ്നാട്ടിലെ ട്രോളിംഗ് നിരോധനം അവസാനിക്കും. ഇതോടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ബോട്ടുകൾ കടലിലേക്ക് ഇറങ്ങിയാൽ തങ്ങളെ അത് കൂടുതൽ വറുതിയിലാക്കുമെന്നും ആശങ്കയുണ്ട്. ട്രോളിംഗ് നിരോധനത്തിൽ സർക്കാർ ഇളവ് വരുത്തണമെന്നതാണ് ഉയരുന്ന ആവശ്യം. ട്രോളിംഗ് നിരോധനം ഈ 15-ാം തീയതി അവസാനിക്കുകയാണ്. അപ്പം അവിടെ യഥേഷ്ടം ബോട്ടുകൾ വന്ന് കേരളത്തിൽ മത്സ്യബന്ധനം നടത്തുന്നു. അതുകൊണ്ട് ഈ ട്രോളിംഗ് നിരോധനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ വരുന്ന ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ബോട്ടുകളെ ഗവൺമെന്റ് നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമായ ഘടകമാണ്. മത്സ്യസമ്പത്തിന്റെ വർധനവും സംരക്ഷണവും ട്രോളിംഗ് നിരോധനത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്നിരിക്കെ അതിന് വിപരീതമായാണ് സംഭവിക്കുന്നതെന്ന് മത്സ്യത്തൊഴിലാളികളടക്കം പറയുന്നു. ഈ സമയങ്ങളിൽ സർക്കാർ നൽകുന്ന തുച്ഛമായ ആനുകൂല്യങ്ങൾ കൊണ്ട് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ പട്ടിണി മാറുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ജനം, കൊല്ലം. അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ്. കോട്ടയത്തെ സ്വതന്ത്ര സഭാ ബിഷപ്പ് അറസ്റ്റിൽ. കുറിച്ചി സ്വദേശിയായ യുവാവിനെയാണ് കബളിപ്പിച്ചത്. യുവാവിൽ നിന്ന് 2.5 ലക്ഷം രൂപ പ്രതി തട്ടിയെടുത്തു. വിശദാംശങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയതിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ്. കോട്ടയത്തെ സ്വതന്ത്ര സഭാ ബിഷപ്പാണ് അറസ്റ്റിലായിരിക്കുന്നത്. മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, സ്വതന്ത്ര സഭാ ബിഷപ്പാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഏത് തരത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ തട്ടിപ്പ്? പ്രധാനമായും വിദേശത്തേക്ക്, അമേരിക്കയിലേക്ക് അടക്കം ഇത്തരത്തിൽ ആളുകളെ കയറ്റി അയക്കാമെന്ന് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ലക്ഷങ്ങളാണ് ഇയാൾ തട്ടിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇയാൾക്കെതിരെ മണിമല, ചങ്ങനാശ്ശേരി, മണർക്കാട്, തൃശൂർ സ്റ്റേഷനുകളിൽ സമാനമായിട്ടുള്ള കേസുകളിലും മറ്റ് ക്രിമിനൽ നടപടികളിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇയാൾ പറയുന്നത് കോട്ടയത്തെ ഇവാഞ്ചലിക്കൽ സഭ ബിഷപ്പാണ് എന്നാണ്. പക്ഷേ ഇതൊരു സ്വയം പ്രഖ്യാപിത ബിഷപ്പാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇക്കാര്യം പോലീസ് കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്വയം പ്രഖ്യാപിത ബിഷപ്പ് എന്നുള്ള നിലയ്ക്കാണ് ഇയാൾ പ്രവർത്തിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മണിമല സ്വദേശിയായിട്ടുള്ള സന്തോഷ് പി ചാക്കോയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് കുറിച്ചി സ്വദേശിയായ യുവാവിനെ കബളിപ്പിച്ച് 2.5 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് കേസുള്ളത്. ഇതിൽ പണം വാങ്ങിയിട്ടും ജോലി ലഭിക്കാത്തതിനെ തുടർന്നാണ് യുവാവ് പരാതി നൽകിയത്. ചിങ്ങവനം പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ പിടികൂടുകയായിരുന്നു.
ഇപ്പോൾ ഈ പിടികൂടിയ വാർത്ത അറിഞ്ഞതിന് പിന്നാലെ നിരവധി ആളുകളാണ് ഇതിനോടകം തന്നെ ഇയാൾ സമാനമായി അതായത് മിഥുൻ, ഈ സ്വതന്ത്ര സഭാ ബിഷപ്പാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഈ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായ തട്ടിപ്പ്, ലക്ഷങ്ങളുടെ തട്ടിപ്പ് ആണ് ഇദ്ദേഹം നടത്തിയത് എന്നുള്ള ഒരു കണ്ടെത്തൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തിനും ഉണ്ടായിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനവും. തീർച്ചയായിട്ടും. കാരണം ഈ വൈദിക വേഷം ഇയാൾ ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ, അതിന്റെ സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് സ്വാധീനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇയാൾ ഒരു സ്വയം പ്രഖ്യാപിത ബിഷപ്പ് എന്നുള്ള നിലയ്ക്കുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച് ഇയാളുടെ വൈദിക പാരമ്പര്യം സംബന്ധിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ആവശ്യമാണ്, സ്ഥിരീകരണത്തിനായി ആവശ്യമാണ് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ലഭിച്ചിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു അറസ്റ്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത് കുറ്റപത്രങ്ങൾ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് നീങ്ങുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിരവധി പ്രദേശങ്ങളിലേക്ക് ഈ വിശ്വാസികളായവരെ കൂടി ഇത്തരത്തിൽ ഈ വഞ്ചിതരാക്കാൻ ഇയാൾ ശ്രമിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഏതായാലും കൂടുതൽ കേസുകൾ തുടർന്നും രജിസ്റ്റർ ചെയ്യപ്പെടും, അതെല്ലാം കൂടി അന്വേഷണ വിധേയമാക്കുമെന്ന് തന്നെ പോലീസ് വ്യക്തമാക്കുന്നു. കോട്ടയത്ത് നിന്നും മിഥുനയ്യപ്പനാണ് വിശദാംശങ്ങൾ നൽകിയത്. കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. കാക്കി സൈനിങ് ഓഫ് കെ പി.